സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്ലസ് വണ്ണിലെ കെമിസ്ട്രിയിൽ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഇതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുക. നമുക്കറിയാം, ഗ്യാസും ലിക്വിഡും ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വെസലിലാണ് എടുത്തതെങ്കിൽ ആ വെസലിന്റെ ഷേപ്പാണ് ഉണ്ടാവുക. പക്ഷെ സോളിഡിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ സോളിഡ്സിന്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടാവും, വോള്യം ഉണ്ടാവും, ഷേപ്പും ഉണ്ടാവും. ഇതായിരുന്നു ബാക്കിയുള്ള ലിക്വിഡ് ഗ്യാസിൽ നിന്ന് സോളിഡിനെ വേർതിരിക്കുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഇപ്പൊ ഗ്യാസിലാണെങ്കിൽ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാസിൽ കൂടുതലാണ്, ലിക്വിഡ്സില് അതിനേക്കാൾ കുറവാണ്, സോളിഡ്സില് അതിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട് എന്ന് പറയാം. അതേപോലെ ഈ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഗ്യാസിൽ അത് കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് ലിക്വിഡ്സില്, അത് സ്ട്രോങ് ആയിട്ട് വരുന്നത് സോളിഡ്സിലാണ്. അപ്പൊ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ് ആണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ സോളിഡ്സിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഗ്യാസിലാണെങ്കിൽ ആറ്റംസ് ആവട്ടെ അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവട്ടെ, ഇവക്കൊക്കെ ട്രാൻസ്ലേഷണൽ മോഷൻ സാധ്യമാണ്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ട്രാൻസ്ലേഷണൽ മോഷൻ നമ്മൾ സോളിഡ്സിൽ ആറ്റംസ് മൂവ് ചെയ്യില്ല, അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ സോളിഡ് എപ്പോഴും ഒരു വൈബ്രേഷനിലാണ്, അവരുടെ പൊസിഷൻ ഫിക്സഡ് ആണ്. അപ്പൊ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ പൊസിഷൻസ് ഫിക്സഡ് ആണ്, പിന്നെ അവർക്ക് ഉണ്ടാവുന്നത് വൈബ്രേഷൻ മാത്രമാണ്. അപ്പൊ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കറിയാം, സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്, റിജിഡ് ആണ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് എന്ന ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യം നമുക്കറിയാം, അതിനൊരു ഡെഫിനിറ്റ് മാസ്, ഷേപ്പ്, വോള്യം ഉണ്ട്. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ഈ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ്, അത് ഞാൻ പറഞ്ഞു, ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഇവയെല്ലാം ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് അതിന് വൈബ്രേഷൻ മാത്രമേ സാധ്യമാവുള്ളൂ. മറ്റൊന്ന് സോളിഡ്സ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്, റിജിഡ് ആണ്. ഇനി ഈ സോളിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് രണ്ടായി തരംതിരിക്കാം. അപ്പൊ സോളിഡ്സിനെ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോവാണ് ആദ്യം. അപ്പൊ ആദ്യം നമ്മൾ രണ്ടായി തരംതിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ദ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആണ്. ഈ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയും, മറ്റൊന്ന് അമോർഫസ് സോളിഡ്സ് എന്ന് പറയും. അപ്പോ ഇങ്ങനെ ക്രിസ്റ്റലൈനും അമോർഫസും രണ്ടാക്കി തരംതിരിക്കുന്നത് ഏതിനെ ബേസ് ചെയ്താന്ന് ചോദിച്ചാല് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഈ അറേഞ്ച്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ സോളിഡ്സില് ഇത്രമാത്രം അറേഞ്ച്മെന്റ് ഉണ്ടോ? ഉണ്ട്. ഒന്നുകിൽ സോളിഡ്സില് അറേഞ്ച്മെന്റ് വരുന്നത് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ആവും. എന്ന് പറഞ്ഞാൽ
നമ്മള് ഒരു ചുമര് പടുത്തുയർത്തുന്നത് പോലെ അതിൽ ഓരോ കല്ലുകളും കൃത്യമായി അടുക്കി വെച്ചിട്ട് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉള്ള സോളിഡ്സ് ആവാം, അല്ലെങ്കിൽ ഇറഗുലർ അറേഞ്ച്മെന്റ് ഉള്ള സോളിഡ്സ് ആവാം. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ട്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും മറ്റൊന്ന് അമോർഫസ് സോളിഡ്സ് എന്നും. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മളൊരു ചുമരിനെ ആലോചിച്ചാൽ മതി. ആ ചുമരിലെ ഓരോ ബ്ലോക്കുകളും ഓരോ കല്ലുകളും കൃത്യമായിട്ട് അടുക്കി വെക്കുന്നുവെങ്കിൽ അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പൊ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പറയാം ഒരു റെഗുലർ 3D അറേഞ്ച്മെന്റ് ആണുള്ളത്. റെഗുലർ 3D അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് അത് അമോർഫസ് സോളിഡ്സ് ആണെങ്കിൽ അതില് ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ് ഉണ്ടാവുക. ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ്, ഇങ്ങനെ റെഗുലർ അറേഞ്ച്മെന്റ് ഉള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് നമ്മൾ ട്രൂ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. അമോർഫസ് സോളിഡ്സിനെയാണ് നമ്മൾ സ്യൂഡോ സോളിഡ്സ് എന്ന് വിളിക്കും. സ്യൂഡോ സോളിഡ്സ് ഇപ്പോ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അമോർഫസിൽ ഒരു എക്സാമ്പിൾ വരുന്നതാണ് ഗ്ലാസ്. ഗ്ലാസിന് നമ്മളൊരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് ട്രൂ സോളിഡ്സ് എന്ന് വിളിച്ചത്. അമോർഫസ് സോളിഡ്സിനെ നമ്മൾ വിളിക്കും സ്യൂഡോ സോളിഡ്സ് എന്ന്. ഇവരുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക് ആണെന്ന് പറയും, അനിസോട്രോപിക് ആണെന്ന് പറയും. അതെന്താണെന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനിസോട്രോപിക് ആണ്, അതേപോലെ അമോർഫസ് ഐസോട്രോപിക് ആണ്. ഇതെന്താണെന്ന് നമ്മൾ വേറെ തന്നെ ഒന്ന് വിശദീകരിക്കും. നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാവുന്നത് ഇങ്ങനെയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതുപോലത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസില് സോളിഡ്സിന്റെ എല്ലാ ഡയറക്ഷനിലും ഒരേ വാല്യൂ കിട്ടുന്നത് അമോർഫസിനാണ്. ഇപ്പൊ നിങ്ങളൊരു സോളിഡ് എടുത്തിട്ട് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും മൂവ് ചെയ്താലും അതിനിടയിലുള്ള ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലും ഒരേ വാല്യൂ കിട്ടുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സോളിഡിന്റെ റെസിസ്റ്റൻസ് എല്ലാ ഡയറക്ഷനിലും സെയിം വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഐസോട്രോപിക് എന്ന്. അതല്ല, ഓരോ ഡയറക്ഷനിലും ഡിഫറെന്റ് വാല്യൂ ആണ് ഉള്ളതെങ്കിൽ അതാണ് അനിസോട്രോപിക് എന്ന് പറയാം. അപ്പോ സെയിം വാല്യൂ കിട്ടുന്നത് ഐസോട്രോപിക്കും ഡിഫറെന്റ് വാല്യൂ കിട്ടുന്നത് അനിസോട്രോപിക്കും ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സില് ഡിഫറെന്റ് വാല്യൂ കിട്ടും, അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനിസോട്രോപിക് ആണ്. അതേപോലെ അമോർഫസ് സോളിഡ്സ് ഏത് ഡയറക്ഷനിലും ഒരേ വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഐസോട്രോപിക് ആണ്. അടുത്ത ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു നമ്മള് എക്സാമ്പിളിന് ഒരു സോളിഡ് കൃത്യം 100 ഡിഗ്രി സെൽഷ്യസില് മെൽറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുക. 100 ഡിഗ്രി സെൽഷ്യസ് ആയാൽ എല്ലാവരും മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും.
ഇതുപോലെയല്ല അമോർഫസ് സോളിഡ്സ്. അമോർഫസ് സോളിഡ്സിൽ ഒരു ഷാർപ്പ് പോയിന്റിൽ മെൽറ്റ് ചെയ്യൂല. മെൽറ്റഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പൊ 100 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനിടയിലാണ് മെൽറ്റ് ചെയ്യുക. അപ്പോ അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് അമോർഫസ് സോളിഡ്സ് മെൽറ്റ് ചെയ്യുക. അപ്പോ മെൽറ്റഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മള് ഇവിടെ കണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അമോർഫസ് സോളിഡ്സിൽ മെൽറ്റഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അടുത്ത ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു ഡെഫിനിറ്റ് എൻതാൽപി. ഇങ്ങനത്തെ ഒരു ഷാർപ്പ് കേസുകളായിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വരിക. ഡെഫിനിറ്റ് വാല്യൂ ഓഫ് എൻതാൽപി ഓഫ് ഫ്യൂഷൻ ആണ് വരിക. അപ്പോ നമുക്ക് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഷാർപ്പ് വാല്യൂ ഉണ്ടാവും എൻതാൽപി ഓഫ് ഫ്യൂഷനിൽ. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എൻതാൽപി ഓഫ് ഫ്യൂഷൻ നോക്കുമ്പോൾ ഒരു ഷാർപ്പ് പോയിന്റ് കിട്ടും. പക്ഷേ ഇതേപോലെ ഒരു ഷാർപ്പ് ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാവില്ല അമോർഫസ് സോളിഡ്സിന്. ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആണ് കിട്ടുക എൻതാൽപി ഓഫ് ഫ്യൂഷൻ. ഇതേപോലെ തന്നെയാണ് എൻതാൽപി ഓഫ് വാപ്പറൈസേഷൻ. അതിനും ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാവും. ഡെഫിനിറ്റ് വാല്യൂ ഓഫ് എൻതാൽപി ഓഫ് വാപ്പറൈസേഷൻ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉണ്ടാവുക. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ ഒരു റേഞ്ച് ഓഫ് എൻതാൽപി ഓഫ് വാപ്പറൈസേഷൻ ആണ് വരിക. ഇങ്ങനെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം. ഇനി നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി പറയാവുന്നത്, ഇതിനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ കട്ട് ക്ലീവേജ് കിട്ടും. കൃത്യമായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഒരു റെഗുലർ ഷേപ്പ് കാണാൻ പറ്റും. അങ്ങനെ ഒരു റെഗുലർ ക്ലീവേജ് കിട്ടില്ല അമോർഫസ് സോളിഡ്സിൽ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ കട്ട് ചെയ്താൽ കിട്ടുന്നത് ഒരു റെഗുലർ ക്ലീവേജ് ആവും. എന്നാൽ അമോർഫസ് സോളിഡ്സിന് നമ്മൾ കട്ട് ചെയ്താലോ ഇറഗുലർ ക്ലീവേജ് ആണ് വരിക. അടുത്തത്, ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളൊരു ചുമരിൽ നോക്കുമ്പോൾ ആ ചുമരിലെ ഓരോ ബ്ലോക്കുകളും ഇങ്ങനെ കുറെ രീതിയിൽ അടുക്കി വെച്ച് പോകുമ്പോൾ എല്ലായിടത്തും അങ്ങനെ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. ആ റെഗുലർ അറേഞ്ച്മെന്റ് എത്രമാത്രം വിശാലമായിട്ടാണ് കിടക്കുന്നത് എന്ന് നോക്കിയാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അത് എമ്പാടും അങ്ങനെ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഷോർട്ട് റേഞ്ച് ഓർഡർ, ലോങ് റേഞ്ച് ഓർഡർ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഈ അറേഞ്ച്മെന്റ് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. ലോങ് റേഞ്ച് ഓർഡർ എന്നുകൊണ്ട് ഞാനിവിടെ എഴുതിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റെഗുലർ അറേഞ്ച്മെന്റ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതേപോലെ അങ്ങനത്തെ ആ റെഗുലർ അറേഞ്ച്മെന്റ് ഒരു ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ അമോർഫസ് സോളിഡ്സിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് അടുക്കി വെച്ച പോലെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അടുക്കും ചിട്ടയും പിന്നെ തുടർന്നോളണമെന്നില്ല, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും. അപ്പൊ ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉള്ളത് ചെറിയ ഭാഗങ്ങളിലെ ഉണ്ടാവൂ എന്നുള്ളതിനെ കാണിക്കാൻ നമ്മൾ പറയും ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന്. ഇതാണ് അമോർഫസ് സോളിഡ്സിനെയും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഗുലർ 3D അറേഞ്ച്മെന്റ് ഉള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഇറഗുലർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത് അമോർഫസ് സോളിഡ്സ് ആണ്. അതേപോലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയാണ് നമ്മൾ ട്രൂ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്,
അമോർഫസ് സോളിഡ്സിനെ നമ്മൾ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് വിളിക്കും. ഇനി ഐസോട്രോപ്പിക്കും അനീസോട്രോപ്പിക്കും പറഞ്ഞിരുന്നു നമ്മൾ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഷോ ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ അത് അനീസോട്രോപ്പിക് ആണ്. അത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. ഒരേ വാല്യൂ കാണിക്കുന്നത് ആരാണ്? ഐസോട്രോപ്പിക് ആണ്. അതൊന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്തത്, ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും, ഷാർപ്പ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷനും വേപ്പറൈസേഷനും ഉണ്ടാവും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. പക്ഷെ ഇതൊരു വൈഡ് റേഞ്ചിലാണ് കിടക്കുക അമോർഫസ് സോളിഡ്സിന്. പിന്നെ നമ്മൾ ഇവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിയർ കട്ട് ക്ലീവേജ് തരുന്നത് ആരാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. പക്ഷെ ഒരു ഇറഗുലർ ക്ലീവേജ് ആയിരിക്കും അവർക്ക് അമോർഫസ് സോളിഡ്സിന് വരിക. അതേപോലെ ഇതില് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഓർഡർ ആണ്. പക്ഷെ ഇതിലും ചെറിയ അറേഞ്ച്മെന്റ് ഉണ്ട്. ആ അറേഞ്ച്മെന്റ് ചെറിയ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കും എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. നമ്മളിപ്പോ പറഞ്ഞത് സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന്, പിന്നെ ഈ സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു രണ്ടായിട്ട്. അത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ദ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ് ആണ്. ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഇതിലെ വ്യത്യാസങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും നമ്മൾ പറഞ്ഞപ്പോ ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും പറഞ്ഞിരുന്നു. ലോങ് റേഞ്ച് ഓർഡർ വരുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ്. ഇതിലെ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ് റെഗുലർ അറേഞ്ച്മെന്റ് ഉടനീളം തുടരുകയാണെങ്കിൽ ഇതാണ് ലോങ് റേഞ്ച് ഓർഡർ. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും 3D അറേഞ്ച്മെന്റ് വരുന്നത്. എന്നാൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് നമുക്ക് അമോർഫസ് സോളിഡ്സിൽ വന്നത്. അമോർഫസ് സോളിഡ്സിൽ അങ്ങനെ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗങ്ങളിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡർ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഓർഡർ ഉണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ചിലപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമോർഫസ് സോളിഡ്സ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്നും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ ആണെന്നും പറയുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ കണ്ടതായിരുന്നു അനിസോട്രോപ്പിക് എന്ന് പറയുന്നത്. അനിസോട്രോപ്പിക് വന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ്. നമ്മളൊരു റെഗുലർ അറേഞ്ച്മെന്റ് ഉള്ള ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കൺസിഡർ ചെയ്തു. അത് ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ NaCl ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ Na+ഉം Cl-ഉം. അപ്പോ അതിലെ അയോൺസ് ആണ് ഇങ്ങനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തതെങ്കിൽ അനിസോട്രോപ്പിക്കല് നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടേണ്ടത്. ഇപ്പൊ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണുമ്പോൾ അതിന് ഡിഫറെന്റ് വാല്യൂസ് ആണ് വരുന്നത്. ഇതില് ഇപ്പൊ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ പോരുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഡയറക്ഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ കാറ്റയോൺസും ഉണ്ട്, അതേപോലെ തന്നെ ആനയോൺസും ഉണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അങ്ങനെയാണ് വന്നത്. ഇനി ഈ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ കാറ്റയോൺസ് മാത്രമേ ഉള്ളൂ. ഈ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ആനയോൺസ് മാത്രമേ ഉള്ളൂ. ഈ കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും ഇപ്പൊ മൊബിലിറ്റി ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആവും. ഇതാണ് നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടി ആണ്. അപ്പോ അനിസോട്രോപ്പിക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ് വരുന്നത്. അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞതാണ് ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ഫോർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി നമ്മൾ ആ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമുക്ക് അറിയേണ്ടുന്ന മറ്റൊരു കാര്യം അമോർഫസും ക്രിസ്റ്റലൈൻ സോളിഡ്സിനും എക്സാമ്പിൾസ് വേണം. അപ്പൊ നമുക്ക് അമോർഫസ് സോളിഡ്സിനുള്ള എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മളെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾസ് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം അത് കുറെ എക്സാമ്പിൾ തന്നിട്ട് ഇത് രണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറയും അമോർഫസും ക്രിസ്റ്റലൈനുമായിട്ട്.
അപ്പൊ ആ എക്സാമ്പിളുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അമോർഫസ് സോളിഡ്സിനുള്ള ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ഗ്ലാസ്. ഗ്ലാസ് അമോർഫസ് സോളിഡിനുള്ള എക്സാമ്പിൾ ആണ്. രണ്ടാമത്തതാണ് പ്ലാസ്റ്റിക്. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ഫൈബർ. നാലാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ടെഫ്ലോൺ. അടുത്തത് PVC, പോളി വിനൈൽ ക്ലോറൈഡ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അടുത്തൊരു എക്സാമ്പിൾ ആണ് സെല്ലോഫെയിൻ. വേറെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് പോളി യൂറിഥെയിൻ. അപ്പൊ ഇതൊക്കെ അമോർഫസ് സോളിഡ്സിനുള്ള എക്സാമ്പിൾ ആണ്. ഇപ്പൊ റബ്ബർ, വുഡ്, ഇതൊക്കെ അമോർഫസ് സോളിഡ്സ് ആണ് കേട്ടോ. റബ്ബർ, വുഡ്, ഇതൊക്കെ അമോർഫസ് സോളിഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് നമ്മൾ നോക്കി വെക്കൽ നിർബന്ധമാണ്. കാരണം അത് എന്ത് ചെയ്യും എന്നറിയോ, കാറ്റഗറൈസ് ചെയ്യാൻ ചോദിക്കും. അമോർഫസ്, ക്രിസ്റ്റലൈൻ ആയിട്ട് രണ്ട് തരം തിരിക്കാൻ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ള എക്സാമ്പിൾ നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ട് ബാക്കി ഇനി നമ്മൾ കാണുന്നതൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ബെൻസോയിക് ആസിഡ്. അടുത്തതാണ് നാഫ്തലിൻ. അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ക്വാഡ്സ്. അടുത്തതാണ് KNO3, പൊട്ടാസ്യം നൈട്രേറ്റ്. അടുത്ത ഒരു എക്സാമ്പിൾ ആണ് കോപ്പർ. അപ്പോ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സിനെ ടെക്സ്റ്റിൽ പറയുന്ന ഈ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. അത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ചത് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസിലെ ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ, അതേപോലെ തന്നെ അനീസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്ത് വരും, അതേപോലെ അമോർഫസ് സോളിഡ്സിനും ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് പറഞ്ഞപ്പോ ഗ്ലാസ്, ക്വാർട്സ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗ്ലാസ് നമുക്കറിയാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും നമ്മളോട്. ആ ചോദിക്കുന്ന സമയത്ത് ഗ്ലാസും ക്വാർട്സും, അല്ലെങ്കിൽ പറയും ക്വാർട്സ് ഗ്ലാസും ക്വാർട്സും. അപ്പൊ ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. നമുക്കറിയാവുന്ന ആദ്യത്തെ ഡിഫറൻസ് ഇതാണ്. ക്വാർട്സ് എന്ന് പറഞ്ഞാല് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. നേരെ മറിച്ച് ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് സോളിഡ് ആണ്. ഇതാണ് ഇതിലെ വ്യത്യാസം. പക്ഷേ ഇതിലെ കണ്ടൻസ് ഏകദേശം സെയിം ആണ് വരുന്നത്. സിലിക്കേറ്റുകൾ വരുമ്പോ ഈ ഗ്ലാസിന് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈൻ ആയിട്ട് മാറും. അല്ലെങ്കിൽ ക്വാർട്സിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് റാപ്പിഡ് കൂളിങ്ങിന് വിധേയമാക്കിയാൽ അത് അമോർഫസ് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ക്വാർട്സിന്റെയും ഗ്ലാസിന്റെയും കേസിൽ നമ്മൾ ഓർത്തു വെക്കണം. ഗ്ലാസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും, ക്വാർട്സ് ആയിട്ട് മാറും. നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ക്വാർട്സിനെ പെട്ടെന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലാസ് ആയിട്ട് മാറും. ഇതാണ് ഇവരിൽ ഒരു വ്യത്യാസം. അപ്പൊ രണ്ടാളുകളുടെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഗ്ലാസ് അമോർഫസ് ആണ്, ക്വാർട്സ് ക്രിസ്റ്റലൈൻ ആണെന്ന് പറയാം. ഇനി നമ്മൾക്ക് ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം. അപ്പൊ ഇതില് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്, ക്വാർട്സിൽ വരുമ്പോൾ ലോങ് റേഞ്ച് ഓർഡർ ആണ്. അങ്ങനെ ഓരോ പ്രോപ്പർട്ടികളും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഗ്ലാസിനെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. നമുക്കറിയാം അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാല് സ്യൂഡോ സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. നമ്മളെ ഈ ഓൾഡ് ബിൽഡിങ്സിലൊക്കെ, പഴയ ബിൽഡിങ്ങില്
ഈ ഗ്ലാസ് ഭാഗങ്ങളിൽ ഏറ്റവും താഴ്ഭാഗത്ത്, ഗ്ലാസ് ഉള്ള ഭാഗങ്ങളിലെ ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് കുറച്ചും കൂടെ തിക്കറായിട്ട് കാണപ്പെടുന്നു? വൈ എന്ന് ചോദിക്കാം. കാരണം ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആവുമ്പോൾ അത് മെല്ലെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്തിട്ട് താഴ്ഭാഗത്ത് എന്താവും? തിക്കറാവും. ആ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നുള്ള ആ പ്രോപ്പർട്ടി കാരണത്താലാണ് താഴ്ഭാഗത്ത് അത് എന്ത് ചെയ്യുന്നത്? തിക്കറായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ പഴയ ബിൽഡിങ്ങിലെ ഗ്ലാസുകൾക്ക് ഒരു മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവും. മിൽക്കി അപ്പിയറൻസ് വരാൻ കാരണം ആ ഗ്ലാസിന് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നതാണ്. നമുക്കറിയാം ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈൻ ആവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് ഗ്ലാസ് മിൽക്കി അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മള് ക്രിസ്റ്റലൈൻ, അമോർഫസ് എന്ന ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ വന്നത് ഈ സോളിഡ്സിലെ അറേഞ്ച്മെന്റ്, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈൻ, അമോർഫസ് സോളിഡ്സ് ആയിട്ട് രണ്ട് തരംതിരിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് അതിലെ പാർട്ടിക്കിൾസിന്റെ നേച്ചർ വെച്ചിട്ടും ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് 4 ആയിട്ട് തരംതിരിക്കാം. അപ്പോ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വീണ്ടും 4 ആയി തരംതിരിക്കുന്നു. അത് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ളത് പാർട്ടിക്കിൾസ്, നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസും രണ്ടാമത് ആ പാർട്ടിക്കിൾസിനിടയിലുള്ള അട്രാക്ഷനും നോക്കിയിട്ടാണ് നമ്മൾ 4 ആയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് മോളിക്കുലാർ സോളിഡ്സ് ആണ്, 2 അയോണിക് സോളിഡ്സ് ആണ്, 3 മെറ്റാലിക് സോളിഡ്സ്, 4 നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സ്. അപ്പൊ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ആയി തരംതിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് ഓരോന്നിലും അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത് നോക്കാം. മോളിക്കുലാർ സോളിഡ്സില് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മോളിക്യൂൾസ് ആണ് അതിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആയിട്ട് വരിക. അപ്പൊ ഒരു സോളിഡിനകത്ത് ക്രിസ്റ്റലൈൻ സോളിഡിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും മോളിക്കുലാർ സോളിഡ്സ് എന്ന്. ഇനി അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താവും? ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് അയോൺസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാറ്റയോൺസും ആനിയോൺസും ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അയോണിക് സോളിഡ്സ് എന്ന് വിളിക്കും. അടുത്തത് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം മെറ്റൽസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിൽ ആകെ ഇങ്ങനെ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് മെറ്റാലിക് സോളിഡ്സിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് വരിക. അപ്പോ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം മെറ്റൽസില് ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. അത് മൊബൈലാണ് എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി കൂടുതലാണ്. ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കണ്ടക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോ പോസിറ്റീവ് അയോൺസിന്റെ സീ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് മെറ്റാലിക് സോളിഡ്സിലെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. നാലാമത്തത് നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സ് ആണ്. ഇതില് ആറ്റംസ് ആണ് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് കിട്ടി. മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നത് മോളിക്യൂൾസ് ആണ്, അയോണിക് സോളിഡ്സിൽ വരുന്നത് കാറ്റയോൺസും ആനിയോൺസുമാണ്, മെറ്റാലിക് സോളിഡ്സിൽ വരുന്നത് പോസിറ്റീവ് അയോൺസിന്റെ സീ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അവിടെ. നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് വരുന്നത് ആറ്റംസ് ആണ്. ഇനി നമുക്കറിയേണ്ടത് ഇവർക്കിടയിലുള്ള ഫോഴ്സുകൾ ഏതാണെന്ന്, ഇവരെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ഏതാണെന്നുള്ളതാണ്. മോളിക്കുലാർ സോളിഡ്സില് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വാൻഡർവാൾസ് ഫോഴ്സ് ആണ് ഏതിൽ വരുന്നത്? മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നത് വാൻഡർവാൾസ് ഫോഴ്സ് ആണ് വരിക.
അയോണിക് സോളിഡ്സ് ആണെങ്കിൽ, അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളാണ്. ഇവര് തമ്മിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് കൂളംബിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് ആണ് അയോണിക് സോളിഡ്സിൽ വരിക. മെറ്റാലിക് സോളിഡ്സിൽ വരുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ്. മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് അയോൺസ്, അപ്പൊ ആ ഉള്ളിലുള്ള പോസിറ്റീവ് അയോൺസ് പറഞ്ഞ കേർണൽസ്, ആ കേർണൽസും വാലൻസ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ആണ് അവരെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. അതേപോലെ നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സിൽ കോവാലന്റ് ബോണ്ടിങ് ആണ് വരിക. ഇപ്പൊ നമുക്ക് ഓരോ സോളിഡ്സിലുള്ള ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആയി, അതേപോലെ തന്നെ ഇവര് തമ്മിലുള്ള ഫോഴ്സുമായി. ഇനി ഇവരുടെ ഇൻസുലേറ്റിംഗ് അല്ലെങ്കിൽ കണ്ടക്ടിങ് പ്രോപ്പർട്ടി അറിയണം. മോളിക്കുലാർ സോളിഡ്സ് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോ അനുവദിക്കില്ല. അതേപോലെ തന്നെ അയോണിക് സോളിഡ്സും ഇൻസുലേറ്റേഴ്സ് ആണ് ജനറലി. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ എപ്പോഴാണ് ഇവര് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ അവർ കണ്ടക്ടേഴ്സ് ആവും. കാരണം നമുക്കറിയാം, അപ്പൊ NaCl ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മോൾട്ടൺ സ്റ്റേറ്റ് ആണെങ്കിൽ Na+ഉം Cl- ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ടേഴ്സും സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സുമായിട്ടാണ് ആക്ട് ചെയ്യുക. ഇതില് അടുത്തത് നമുക്ക് വരുന്നത് മെറ്റാലിക് സോളിഡ്സിൽ. അത് നമുക്കറിയാം, മെറ്റൽസ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്. ഇതേപോലെ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സും ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ ഇതിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോവാലന്റ് ബോണ്ടിങ് വരുന്നത് നമ്മൾ മുമ്പേ പല ഭാഗത്തും കേട്ടിട്ടുള്ളതാണ്. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടറാണ്, പക്ഷെ അത് നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡിൽ പെട്ടതാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും ഇൻസുലേറ്റേഴ്സ് ആണ്. അതിൽ മെറ്റാലിക് സോളിഡ്സ് ആണ് കണ്ടക്ടേഴ്സ് ആയിട്ട് വരുന്നത്. എക്സെപ്ഷൻ വരുന്ന രണ്ടെണ്ണം അയോണിക് സോളിഡ്സില് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്ററും അതേപോലെ തന്നെ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ടറുമായിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സിൽ അത് ഇൻസുലേറ്റേഴ്സ് ആണ്, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടറാണ്. ഇനി നമുക്കറിയേണ്ടത് ഇതിന്റെ ഹാർഡ്നെസ്സിനെ കുറിച്ചാണ്. മോളിക്കുലാർ സോളിഡ്സ് സോഫ്റ്റ് ആണ്. അയോണിക് സോളിഡ്സ് ഹാർഡ് ആണ്, പക്ഷെ ബ്രിട്ടിലും കൂടെയാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പൊടിയണതാണ്. അപ്പോ ഹാർഡാണ്, പക്ഷെ എന്താണ്, ബ്രിട്ടിലാണ്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കണം. ഹാർഡ് ബട്ട് ബ്രിട്ടിലാണ്. മെറ്റാലിക് സോളിഡ്സ് ഹാർഡ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ അതോടൊപ്പം തന്നെ സോളിഡ്സ് എന്ന ഫിസിക്സിലെ ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടത് അവര് മാലിയബിൾ ആണ്, ഡക്ടൈൽ ആണ്. അപ്പോ ഹാർഡ് ആണ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്ടൈൽ. കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സില് വെരി ഹാർഡാണ്. നമുക്കറിയാം ഡയമണ്ട് ഒക്കെ വെരി ഹാർഡാണ്. അപ്പൊ ഹാർഡ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മോളിക്കുലാർ സോളിഡ്സ് സോഫ്റ്റ് ആണ്. അയോണിക് സോളിഡ്സ് വരുന്നത് ഹാർഡ് ആണ് ബട്ട് ബ്രിട്ടിൽ. മെറ്റാലിക് സോളിഡ്സ് ഹാർഡ് ആണ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്ടൈൽ ആണ്. നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സ് വെരി ഹാർഡ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ മെൽറ്റിംഗ് പോയിന്റുകൾ അറിയണം. മോളിക്കുലാർ സോളിഡ്സ് പൊതുവില് മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ് വരുന്നത്. അയോണിക് സോളിഡ്സ് ആണെങ്കിൽ ഇതിൻ്റെത് വരുന്നത് ഹൈ ആണ്. മെറ്റാലിക് സോളിഡ്സ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കൂടിയിട്ടുള്ള വിഭാഗത്തിലാണ്, ഫെയർലി ഹൈ എന്ന് പറയാം.
അതേപോലെ നെറ്റ്വർക്ക് ഓർ കോവാലന്റ് സോളിഡ്സിൽ വെരി ഹൈ ആണ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് 5 കാര്യങ്ങളാണ് നമ്മൾ ഈ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസിൽ കണ്ടത്. ഒന്ന്, ഏതൊക്കെയാണ് പാർട്ടിക്കിൾസ് വരുന്നത്, ഏതാണ് ഫോഴ്സ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി, ഹാർഡ്നെസ്, മെൽറ്റിംഗ് പോയിന്റ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മോളിക്കുലാർ സോളിഡ്സിൽ മോളിക്യൂൾസ് ആണ്, അതേപോലെ തന്നെ അയോണിക് സോളിഡ്സിൽ അയോൺസ് ആണ് വരുന്നത്, മെറ്റാലിക് സോളിഡ്സിൽ കേർണൽസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്, നെറ്റ്വർക്ക് ഓർ സോളിഡ് കോവാലന്റ് സോളിഡ്സിൽ വരുന്നത് ആറ്റംസ് ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഫോഴ്സുകളാണ്. മോളിക്കുലാർ സോളിഡ്സിൽ വാണ്ടർവാൾസ് ഫോഴ്സും, അയോണിക് സോളിഡ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും, മെറ്റൽസിൽ മെറ്റാലിക് ബോണ്ടിങ്ങും, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിൽ കോവാലന്റ് ബോണ്ടിങ്ങുമാണ് വരുന്നത്. അടുത്തത് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. എല്ലാവരും ഇൻസുലേറ്റേഴ്സ് ആണ്, പക്ഷെ മെറ്റാലിക് കണ്ടക്ടേഴ്സ് കണ്ടക്ടർ ആണ് വരുന്നത്. അതിൽ തന്നെ അയോണിക് സോളിഡ്സിലെ ഇൻസുലേറ്ററിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലാണ് അത് ഇൻസുലേറ്റർ ആയിട്ട് വരുന്നത്, മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ടർ ആണ്. കോവാലന്റ് സോളിഡ്സിൽ ഒരു എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞത് ഗ്രാഫൈറ്റ് ആണ്, അത് കണ്ടക്ടർ ആണ്. അടുത്തത് ഹാർഡ്നെസ്. സോഫ്റ്റ് ആണ് മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ് ആവുമ്പോൾ ഹാർഡ് ആണ് ബട്ട് ബ്രിട്ടിൽ, മെറ്റാലിക് സോളിഡ്സ് ആണെങ്കിൽ ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്ടൈൽ, കോവാലന്റ് സോളിഡ്സ് വെരി ഹാർഡ് ആണ് വരുന്നത്. മെൽറ്റിംഗ് പോയിന്റ് മോളിക്കുലാർ സോളിഡ്സിന് ലോ ആണ്, അയോണിക് സോളിഡ്സ് ഹൈ, മെറ്റാലിക് സോളിഡ്സിൽ വെരി ഹൈ ആണ്, ഫെയർലി ഹൈ, കോവാലന്റ് സോളിഡ്സിൽ വെരി ഹൈ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് ദ ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് 4ആയിട്ട് തരംതിരിച്ചത്. ഇനി നമുക്ക് മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ സോളിഡ്സിനുള്ള എക്സാമ്പിൾസും നമുക്ക് നോക്കണം. നമ്മൾ പറഞ്ഞിരുന്നു മോളിക്കുലാർ സോളിഡ്സിനെ നമ്മൾ വീണ്ടും സബ് ഡിവിഷൻ നടത്തുന്നുണ്ട്. മോളിക്കുലാർ സോളിഡ്സിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. ആ തരംതിരിവ് വരുന്നത് ആ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയി തരംതിരിച്ചത് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസും അവർ തമ്മിലുള്ള ഫോഴ്സും ബേസ് ചെയ്തിട്ടാണ്. മോളിക്കുലാർ സോളിഡ്സിൽ ആ അട്രാക്ഷനെ വീണ്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് 3ആക്കി തരംതിരിക്കാം. ഒന്ന് പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആണ്, അടുത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സും, അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സുമാണ്. ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ നമുക്കറിയാം ഫോഴ്സ് വരുന്നത് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നമ്മൾ ഈ ഫോഴ്സുകളെ കേട്ടതാണ്. പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിളുകൾ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിലുള്ളത് ശരിക്ക് എല്ലാം നോക്കി വെക്കണം. ഒന്ന്, ടേബിളിൽ തന്ന എക്സാമ്പിൾസ് ഉണ്ട്, അതിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾസ് ഉണ്ട്, ബാക്കിൽ ടെക്സ്റ്റിന്റെ എക്സസൈസിൽ തന്ന എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കണം. അപ്പൊ HCl SO2 ഇതൊക്കെ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ മോളിക്കുലാർ സോളിഡ്സ് ഇൻസുലേറ്റർ ആണോ കണ്ടക്ടർ ആണോ? ഇൻസുലേറ്റർ ആണ്. അപ്പോ ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇത് സോഫ്റ്റ് ആയിരുന്നു, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ മോളിക്കുലാർ സോളിഡ്സിന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഈ 3 ആളുകളിലും വരിക. അടുത്തത് രണ്ടാമതായിട്ട് നമ്മൾ മോളിക്കുലാർ സോളിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നത് ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഫോഴ്സ് ആണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നത്. ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സസ്. ഇനി നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ എക്സാമ്പിൾ ആർഗൺ,
കാർബൺ ടെട്രാക്ലോറൈഡ്, H2, I2, കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിലെ മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ ഹൈഡ്രജനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇത്തരം സോളിഡ്സിൽ വരിക. ഹൈഡ്രജൻ ബോണ്ടിങ് ഇതിന് എക്സാമ്പിള് H2O, ഐസ്. ഐസ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് പക്ഷേ ഇതൊക്കെ സോഫ്റ്റ് ആയിരുന്നല്ലോ ഈ മോളിക്കുലാർ സോളിഡ്സ്, അതേപോലെ തന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷെ ഈ ഐസിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി അത് ഹാർഡാണ് വരുന്നത്. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വെക്കണം. മോളിക്കുലാർ സോളിഡ്സ് ജനറലി സോഫ്റ്റ് ആണ്, പക്ഷെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്താണ്, ഹാർഡായിട്ടാണ് വരുന്നത്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ മൂന്നായിട്ട് എന്ത് ചെയ്യണത്, തരംതിരിക്കുന്നത് മോളിക്കുലാർ സോളിഡ്സിനെ. പോളാർ മോളിക്കുലാർ സോളിഡ്സ്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സും. അപ്പൊ ഇതിനിടയിൽ തന്നെ മോളിക്കുലാർ സോളിഡ്സിന് ഒരുപാട് എക്സാമ്പിളുകൾ വന്നു. ഇനി ഇതിന് പുറമെ നമ്മള് മോളിക്കുലാർ സോളിഡ്സിന്റെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യമേ നോക്കി വെക്കാം. ടെട്രാ ഫോസ്ഫറസ് ഡെക്കോക്സൈഡ് മോളിക്കുലാർ സോളിഡ്സിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ ഫോസ്ഫറസും മോളിക്കുലാർ സോളിഡ്സിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ നമ്മൾ അയോണിക് സോളിഡ്സും മെറ്റാലിക് സോളിഡ്സും കോവാലന്റ് സോളിഡ്സും ഒക്കെ കണ്ടിരുന്നു. ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നമുക്കറിയാം NaCl അയോണിക് സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. MgO മഗ്നീഷ്യം ഓക്സൈഡ് അയോണിക് സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ സിങ്ക് സൾഫൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്, ലിഥിയം ബ്രോമൈഡ് ഒക്കെ അയോണിക് സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരും. മെറ്റാലിക് സോളിഡ്സ് അപ്പോൾ കുറെയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അയോണിക് ആണോ അതേപോലെ തന്നെ മോളിക്കുലാർ ആണോ മെറ്റാലിക് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും. മെറ്റാലിക് സോളിഡ്സിൽ അയേൺ, കോപ്പർ, സിൽവർ, മഗ്നീഷ്യം ഇതൊക്കെ വരുന്നുണ്ട്. ഇതിന് പുറമെ നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരാത്തതാണ്, ടെക്സ്റ്റിന്റെ ബാക്കിൽ എക്സസൈസിൽ വരുന്നതാണ് അമോണിയം ഫോസ്ഫേറ്റ്. അമോണിയം ഫോസ്ഫേറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെക്കണം. കോവാലന്റ് സോളിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. കോവാലന്റ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിൽ നമുക്കറിയുന്നതാണ് ഈ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതേപോലെ തന്നെ ക്വാഡ്സ്. ക്വാഡ്സ് വരുന്നത് നമ്മളെ എക്സാമ്പിൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അവിടെ. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തതാണ് ഇവയൊക്കെ. കോവാലന്റ് സോളിഡ്സിന് ഒരു എക്സാമ്പിൾ ആണ് SiO2 അല്ലെങ്കിൽ ക്വാഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിലിക്കൺ കാർബൈഡ്, അതേപോലെ ഡയമണ്ട്, അതേപോലെ ഗ്രാഫൈറ്റ്. ഈ ഗ്രാഫൈറ്റ് ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അത് കാർബൺ ആണ്. അപ്പോ ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും ഇതൊക്കെ കോവാലന്റ് സോളിഡ്സിൽ വരുന്നതാണ്, വെരി ഹാർഡ് ആണ്. പക്ഷെ ഗ്രാഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കോവാലന്റ് സോളിഡ്സ് ഇൻസുലേറ്റർ ആയി നിന്നപ്പോഴും ഗ്രാഫൈറ്റ് എന്തായിരുന്നു, കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. നമ്മൾ ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയമണ്ടില് ഒരു കാർബൺ തൊട്ടടുത്തുള്ള 4 കാർബണുമായിട്ട് കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് ഡയമണ്ടിലുള്ളത്. ഒരു കാർബൺ തൊട്ടടുത്തുള്ള 4 കാർബണുമായിട്ട് കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. പക്ഷെ ഗ്രാഫൈറ്റിൽ നേരെ തിരിച്ചാണ്. ഒരു കാർബൺ അടുത്തുള്ള 3 കാർബണുമായിട്ടാണ് കോവാലന്റ് ബോണ്ട് വരുന്നത്. അങ്ങനെ വരുന്ന നേരത്ത് ഒരു 3 ഡയമെൻഷനിൽ ഒരു ഹെക്സഗണൽ ലാറ്റിസ് ലെയറുകളായിട്ടാണ് നിൽക്കുക. ഇവിടെ ഒരു ലെയർ ഉണ്ടാവും, ഇവിടെ ഒരു ലെയർ ഉണ്ടാവും. അങ്ങനെ ഒരു ഹെക്സഗണൽ ലെയറുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്
ഗ്രാഫൈറ്റിന് വരിക. അതുകൊണ്ടാണ് ഒരു ലെയറിന് മറ്റൊരു ലെയറിലൂടെ അങ്ങനെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഗ്രാഫൈറ്റിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാഫൈറ്റ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് എന്തുമാണ്, കണ്ടക്ടറും കൂടെയാണ്. ഇതാണ് നമ്മൾ ആദ്യ പാർട്ടിൽ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന വിധം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവയുടെ സ്ട്രക്ചറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്രിസ്റ്റലൈൻ അമോർഫസ് ആയിട്ടുള്ളതും പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തതും ഇതിന്റെ എക്സാമ്പിൾസും. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ്. കുറെ എക്സാമ്പിൾസ് തരും, എന്നിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്യാൻ പറയുമ്പോൾ ആ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കാം.